ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് രാത്രിയിലും ശാന്തമായ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് വരുവാൻ ദൈവം നൽകിയ സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ലോകം വല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും വളരെ ഉദ്വേഗജനകമായ സാഹചര്യത്തിലാണല്ലോ ലോകമായിരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യക്ഷത സമാഗതമായി എന്ന് നമ്മെ ആവർത്തിച്ച് ഇതൊക്കെ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഒരുക്കത്തോടു കൂടി ഓരോ ദിവസവും ജീവിക്കുവാൻ കർത്താവ് നമുക്കെല്ലാവർക്കും കൃപ നൽകട്ടെ. നമ്മൾ ചിന്തിക്കുന്ന വിഷയം, അതിൻ്റെ വിശദാംശങ്ങൾ ആദ്യം പാടിയ പാട്ടിൽ നമ്മൾ പല കാര്യങ്ങളും ഓർക്കാനിടയായിട്ട് തീർന്നു. ക്രിസ്തീയ ജീവിതത്തിലെ ഓട്ടം കർത്താവ് വന്നിട്ടുള്ള ശുശ്രൂഷയാണ്. അത് നമ്മൾ സാധാരണ ചിന്തിക്കുന്നതായൊരു കാര്യമാണ്. പൗലോസ് അപ്പോസ്തലൻ പറയുന്ന വാക്ക് നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ടല്ലോ, ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ അടുത്തു എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് എന്നുള്ള ശുശ്രൂഷ യജമാനന് പ്രസാദകരമായ നിലയിൽ നിവർത്തിക്കാനുള്ള ആവശ്യകതയാണ് ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് അത് വിശ്വസ്തമായി നിർവഹിക്കുവാൻ കർത്താവ് നമുക്ക് ഈ ദിവസങ്ങളിൽ കൃപ നൽകട്ടെ. മഹാനിയോഗത്തിൽ രണ്ടാമത്തെ കാര്യമാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? പോയി പ്രസംഗിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത് സാക്ഷ്യം വഹിക്കണം. അത് കർത്താവ് ആവർത്തിച്ച് നൽകിയ കൽപ്പനയാണ് എന്ന് നമ്മൾ കാണുകയുണ്ടായി. സാക്ഷ്യം വഹിച്ചതിൽ ഒരു മാതൃകാ പുരുഷനെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ചിന്തിച്ചത്. വളരെ ഭക്തന്മാരായിട്ടുള്ള ആളുകളുടെ മാതൃകയാണ് നമ്മൾ അധികവും ചിന്തിക്കാറ്. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിച്ചയാൾ അങ്ങനെ നമുക്ക് ഒത്തിരി പരിചയമുള്ള ആളല്ല. അദ്ദേഹം ആത്മീയ ജീവിതത്തിൽ ഒത്തിരി വളർച്ചയിലേക്ക് വന്നയാളുമല്ല, ഒരു തുടക്കക്കാരനാണ് എന്ന് പറയാം. പിറവിയിലെ കുരുടനായിരുന്ന മനുഷ്യന് കർത്താവ് അതിശയകരമായ സൗഖ്യം നൽകി. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിലൂടെ കഴിഞ്ഞ ക്ലാസ്സിൽ കടന്ന് പോവുകയായിരുന്നു. അവൻ എത്ര പ്രാവശ്യം സാക്ഷ്യം പറയുന്നുണ്ടെന്നുള്ളത് ഞാൻ 7 പ്രാവശ്യം അവൻ സാക്ഷ്യം പറയുന്നുണ്ട്. സാധാരണ അത്രയും അവസരം എല്ലാവർക്കും കിട്ടാറില്ല. പക്ഷേ അവൻ കുറേ പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയി എന്നുള്ളതുകൊണ്ട് ആവർത്തിച്ച് സാക്ഷ്യം പറയുവാൻ അവൻ അവസരമുണ്ടായി എന്നുള്ളതായ കാര്യം നമ്മൾ കണ്ടു. അവിടെ നമ്മളൊരു വാക്യാംശം ഓർത്തായിരുന്നു. പ്രതികൂലങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ സാക്ഷ്യം പറയാനുള്ള അവസരങ്ങൾ നമുക്ക് കൂടുതൽ കിട്ടാനുള്ളതായ സാധ്യത ഉണ്ട്. സാക്ഷ്യം പറയുവാൻ തരമായി എന്ന വാക്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർക്കുവാൻ ഇടയായിട്ട് തീർന്നല്ലോ. അതുകൊണ്ട് ആ കുരുടൻ വളരെ പ്രതിസന്ധികളിലൂടെ, എതിർപ്പുകളിലൂടെ കടന്നു പോകാനിടയായിട്ട് തീർന്നപ്പോൾ ആവർത്തിച്ച് തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതിൽ 7-ാമത്തെ സാക്ഷ്യമാണ് ഒടുവിലായിട്ട് നമ്മൾ പറഞ്ഞ് നിർത്തുവാൻ ഇടയായിട്ട് തീർന്നത്. 32, 33 വാക്യങ്ങളിൽ നാം അത് കാണുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്. ഇനിയും അത് ആവർത്തിച്ച് വായിക്കേണ്ട ആവശ്യമില്ല. ആ സാക്ഷ്യത്തിൽ വളരെ ഗൗരവതരമായ ഒരു സത്യം താൻ വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. 25-ാമത്തെ വാക്യത്തിലൊക്കെ പറയുമ്പോൾ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു
എന്നൊക്കെ വളരെ മയപ്പെടുത്തിയാണ് തൻ്റെ സാക്ഷ്യം വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇവിടെ തൻ്റെ വാക്കുകളുടെ സ്വരം മാറുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അദ്ദേഹം പറയുന്നതിൻ്റെ ആകത്തുക നമ്മൾ ഓർത്തായിരുന്നു. എൻ്റെ കണ്ണ് തുറന്നവൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. അതെന്ത് ധൈര്യമായിട്ടാണ് അവൻ പറയുന്നതായിട്ട് നമ്മൾ കാണുന്നത്. അപ്പോൾ അവനതിനൊരു സംശയമില്ല. കാരണം ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നയാളായതുകൊണ്ടാണ് ലോകം ഉണ്ടായത് മുതൽ സംഭവിക്കാത്തതായ ഈ കാര്യം സംഭവിച്ചത്, എനിക്ക് സൗഖ്യം കിട്ടിയത് എന്നുള്ളതായ കാര്യം അവൻ എത്രയോ ധൈര്യമായിട്ട് വെളിപ്പെടുത്തുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ മതത്തിൻ്റെ നേതാക്കൾക്കുണ്ടായ പ്രതികരണം നമ്മളവിടെ വായിക്കുന്നുണ്ട്. ഈ വാക്കുകളുടെ ഗൗരവം അവരെ ഇടർച്ചയിലേക്കാണ് നയിക്കുവാൻ ഇടയായിട്ട് തീർന്നത് എന്ന് നമ്മൾ കാണുന്നു. ആ ഇടർച്ച എങ്ങോട്ട് നയിച്ചു എന്നുള്ളത് നമുക്കവിടെ കാണാം. അവനെ അവരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്ന് നമ്മൾ കാണുകയാണ്. ഈ ചരിത്രമൊക്കെ രേഖപ്പെടുത്തി തന്നതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം ഇത്രയും വലിയ ആത്മീയ വെളിച്ചത്തിലേക്ക് വന്ന ഒരു മനുഷ്യനോട് അന്നത്തെ മതം എങ്ങനെ ഇടപെട്ടു എന്നുള്ളത് നാം ഇവിടെ കാണുകയാണ്. ഈ പെർവയിലെ കുരുടനായിരുന്നവന് സൗഖ്യം കിട്ടിയല്ലോ എന്നൊക്കെ ഓർത്ത് സ്തോത്രം ചെയ്ത് സന്തോഷിക്കാവുന്നൊരു സാഹചര്യമാണ്. പക്ഷേ അതിനൊന്നും മുതിരാതെ അവനെ ചോദ്യം ചെയ്യുകയും ഒടുവിൽ അവനെ അവരുടെ പള്ളിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു എന്ന് നമുക്ക് ഇവിടെ വായിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇന്നും അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരാൾ മദ്യപാനിയായിട്ടോ മോശമായിട്ട് ജീവിക്കുന്നയാളായിട്ടോ ഒക്കെ തുടരുമ്പോഴും പള്ളിയിൽ സ്വീകാര്യതയുണ്ട്, അവിടെ അതിന് യാതൊരു തടസ്സവുമില്ല. പക്ഷെ ഒരാൾ രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് അറിഞ്ഞാൽ പിന്നെയാണ് എതിർപ്പുകൾ ആരംഭിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഇത് അന്നത്തെ കാര്യവും അങ്ങനെ ആയിരുന്നു എന്നുള്ളതായ സത്യം ഇവിടെ നമുക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്നങ്ങനെയുള്ള പ്രതികൂലങ്ങളൊക്കെ നേരിടുമ്പോൾ അതൊരു പുതുമയായിട്ടൊന്നും വിചാരിക്കേണ്ടതായ ആവശ്യമില്ല. അതൊക്കെ കർത്താവിൻ്റെ കാലത്തും ഉണ്ടായിരുന്ന കാര്യമായിരുന്നു എന്നുള്ളതായ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ഇന്ന് ഈ സാക്ഷ്യവാചകത്തിലൂടെ കടന്നു പോയപ്പോൾ ഓർത്ത ഒരു കാര്യം, ഇപ്പോൾ ഇങ്ങനെ കർത്താവിനെ അറിഞ്ഞ് കണ്ണ് തുറന്ന് രക്ഷിക്കപ്പെട്ടൊക്കെ വരുന്ന ആളുകളെ മിക്കവാറും അങ്ങനെ പുറത്താക്കാനുള്ള അവസരം പള്ളിക്കാർക്ക് കിട്ടാറില്ല. വളരെ ചുരുക്കം പേർക്കേ അത് പേരുള്ള ബന്ധത്തിൽ അങ്ങനെ സംഭവിക്കാനിടയായിട്ട് തീർന്നിട്ടുള്ളൂ. അവരെ പുറത്താക്കുന്നതിന് മുമ്പ് ഇവർ മിക്കവാറും പുറത്ത് പോരും. കാരണം പുറത്ത് പോരാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. കാരണം ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ പിന്നെ ഈ ദുരുപദേശത്തോടും ദുരാചാരങ്ങളോടും കൂടെയൊക്കെ തുടരാനായിട്ട് രക്ഷിക്കപ്പെട്ട ഒരാൾക്ക് പ്രയാസമായിരിക്കും. രക്ഷിക്കപ്പെടാത്ത ആളുകൾക്ക് വേണമെങ്കിൽ സുവിശേഷം പ്രസംഗിക്കാം, അവിടെ തുടർന്ന് പള്ളിയിൽ അംഗവുമായിട്ടൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. എന്നാൽ ശരിയായ ആത്മീക അനുഭവത്തിലേക്ക് ഒരു വ്യക്തി നയിക്കപ്പെടുവാൻ ഇടയായിട്ട് തീരുമ്പോൾ അവർ തന്നെ അതൊക്കെ വിട്ട് പോരത്തക്കവണ്ണം നിർബന്ധിതരായിട്ട് തീരും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അങ്ങനെ പോന്നിട്ടുള്ള ആളുകളെ പിന്നെ പള്ളിയിൽ നിന്നൊക്കെ പുറത്താക്കുകയും മുടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ മുടക്കമൊക്കെ അവർ ആഘോഷമായിട്ടാണ് ഏറ്റെടുക്കുവാൻ ഇടയായിട്ട് തീർന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും, ഞാനിവിടെ ഇന്ന് പകൽ ഈ വചനത്തിലൂടെ കടന്നുപോയപ്പോൾ ഓർത്ത ഒരു കാര്യം, ശരിക്കും രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന വ്യക്തികൾക്ക് വേർപെട്ട് വരാനുള്ളതായ ആവശ്യകതയിലേക്ക് അവർ തന്നെ എത്തിച്ചേരും എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്.
അപ്പോൾ ഇവിടെ ഞാൻ ആ ബന്ധത്തിലൊരു കാര്യം ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ശരിക്കും ദൈവകൃപയിലേക്ക്, സുവിശേഷത്തിൻ്റെ അനുസരണത്തിലേക്കും അനുഭവത്തിലേക്കും ഒരാൾ വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങളിൽ നിന്ന് വേർപെടുവാൻ ആവശ്യമായിട്ട് ഇരിക്കുന്നത്? ഈ സത്യം വെളിപ്പെടുത്തുന്ന ധാരാളം വചനങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിലൊരു വാക്യം ഒന്ന് പറയണം എന്നുള്ളതായ ആഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഒന്ന് വായിക്കാം എന്ന് വിചാരിക്കുന്നു. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ വളരെ ശക്തമായൊരു കൽപ്പന ഈ ബന്ധത്തിൽ ദൈവത്തിൻ്റെ വചനം നൽകുന്നതായി നമ്മൾ കാണുന്നുണ്ട്. 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ ഒന്ന് വായിച്ചോളൂ. ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകുന്നു എന്ന് ദൈവം അഗ്നിച്ചേദിക്കുന്നു. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിപ്പി എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും തുടരും. അടുത്ത വാക്യങ്ങൾ, ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും ആയിരിക്കുന്നു സർവശക്തനായ കർത്താവ് അരുളി ചെയ്യും. അപ്പോൾ അവിടെ ആ കൽപ്പന വളരെ വ്യക്തമാണ്. അശുദ്ധമായതൊന്നും തുടരുത്. അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിൻ. അതിനെ ഒത്തിരി വിശദീകരിക്കാനായിട്ട് ആവശ്യമില്ല എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഈ ഉൾക്കാഴ്ചയും വെളിച്ചവും ലഭിക്കുന്ന ആളുകൾ ദുരുപദേശങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും വേർപെടാനുള്ളതായ നിർബന്ധത്തിലേക്ക് വരും. അബ്രഹാമിൻ്റെ ചരിത്രം മുതൽ ഈ വലിയ സത്യം നമുക്ക് തിരുവെഴുത്തിൽ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു വാക്കൂടെ ഓർപ്പിക്കുന്നത്, സുവിശേഷം ഒരാൾ വിശ്വസിച്ച് കൃപയിലേക്ക് വന്നാൽ ഈ വേർപാടും കൂടെ ചേർന്ന് സാധിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആത്മീക ജീവിതത്തിൽ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അവിടെ തന്നെ തുടരാമെന്ന് വിചാരിച്ചാൽ ഈ ദുരുപദേശങ്ങളോടും വചനവിരുദ്ധമായ ആചാരങ്ങളോടും ഇണങ്ങിപ്പോകാനായിട്ട് നിർബന്ധിക്കപ്പെടും. അപ്പോൾ അത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. എങ്കിലും ഞാൻ ഈ നാടുകളിൽ വളരെ ദുഃഖത്തോടു കൂടി ഓർക്കാറുള്ളതായൊരു കാര്യമുണ്ട്. എന്നെ പഠിപ്പിച്ചൊരു സാറ് ഒരു കാലത്ത് ഒത്തിരി സുവിശേഷ പ്രസംഗങ്ങളും പരിപാടികൾ നടത്തുന്ന ഒരാളായിട്ട് പിന്നീട് തീരാനിടയായി തീർന്നു. അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്ന് വിചാരിക്കുകയാണ്. ഒത്തിരി സുവിശേഷ പ്രസംഗങ്ങൾ നടത്താനിടയായി തീർന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം ഓൺലൈനുണ്ടായിരുന്നു. ഞാൻ സൂക്ഷ്മതയോടെ അത് ശ്രദ്ധിച്ചു. കാരണം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ഒരാളുമാണ്. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കാനിടയായിട്ട് തീർന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിൽ അത് അടക്കുന്നതിന് മുമ്പ് സാധാരണ സമുദായത്തിൽ ചെയ്യുന്നത് പോലെ ആ പെട്ടിയിൽ ഒരു തൈലം ഒഴിച്ചു. ഈ തൈലം നിത്യജീവനായിട്ട് ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാണ് ഒഴിച്ചത്. ഈ സാറിൻ്റെ അത് ഒഴിക്കില്ലായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഒഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അതും ഒഴിച്ച് ആണ് ആ മൃതശരീരം അടക്കിയത്. ഒരു ചോദ്യം എൻ്റെ മനസ്സിൽ ഈ ദിവസങ്ങൾ വരാറുണ്ട്. വിശ്വസിച്ചാണോ സാറ് നിത്യജീവൻ പ്രാപിച്ചത്, അതോ ഈ തൈലത്തിൻ്റെ സാധ്യതയിലാണോ പ്രാപിച്ചത്? അപ്പോൾ രക്ഷിക്കപ്പെട്ടാൽ വേർപെടുന്നില്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളോട് ജീവിച്ചിരിക്കുമ്പോഴും ഇണങ്ങിപ്പോകേണ്ടി വരും. മരിച്ചാലും അതിനോട് ഇണങ്ങിപ്പോകാനായിട്ട് ആവശ്യം വരും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഞാൻ വേർപെടുക എന്നുള്ളത് എത്രയോ പ്രധാനപ്പെട്ടതായൊരു
കാര്യമാണ് എന്നുള്ളത് ഇവിടെ ഓർപ്പിക്കുക. എൻ്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് വേർപെട്ട കാലത്ത് രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പ്രസംഗവുമായിട്ടൊക്കെ നടന്ന ചില ആളുകൾ ഞങ്ങളുടെ അയൽവക്കത്ത് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ തന്നെ മരിച്ചടക്കപ്പെടുവാൻ ഇടയായിട്ട് തീർന്നു. ദൈവവചനത്തിൽ എത്രയോ കാതലായ ഉപദേശങ്ങൾക്ക് നേരെ കണ്ണടച്ചാണ് അവരുടെ ജീവിതകാലം മുഴുവനും ചെലവിടുവാൻ ഇടയായിട്ട് തീർന്നത്. അതുകൊണ്ട് വന്ന ഏറ്റവും വലിയ നഷ്ടം അവരെ പിൻതലമുറയ്ക്ക് സുവിശേഷത്തോട് യാതൊരു ആഭിമുഖ്യവും ഇല്ലാത്തവരായിട്ട് തീരാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് ഞാൻ ഈ വചനത്തിന് മുമ്പിൽ ഇരുന്നപ്പോൾ ഓർത്ത ഒരു കാര്യം ഓർപ്പിക്കുകയാണ്. ദൈവകൃപയിലേക്ക് ഒരാൾ വന്നാൽ, രക്ഷിക്കപ്പെട്ടാൽ, ദുരുപദേശങ്ങളെയും ദുരാചാരങ്ങളെയും വിട്ട് വേർപെടാനുള്ള ആവശ്യകതയുണ്ട് എന്നുള്ളതായ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഇവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഉണ്ടായ കാര്യം നമുക്ക് അറിയാമല്ലോ. അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കി എന്നറിഞ്ഞപ്പോൾ കർത്താവ് അവനെ കണ്ടു, അവനെ കൈക്കൊണ്ടു, അവനോട് പിന്നെയും സംസാരിക്കുകയും കൂടുതൽ സത്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വായിച്ച വാക്യത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ടു വേർപെട്ടിരിപ്പിൻ എന്നുള്ളതായ കൽപ്പന അനുസരിക്കുന്നവർക്കുള്ള പ്രത്യേക പദവികൾ നമുക്ക് ആ വാക്യത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാനത് വിശദീകരിക്കുന്നില്ല, എന്നാൽ അതൊന്ന് എടുത്ത് പറയാം. 3 കാര്യങ്ങൾ അവിടെ ആ വാഗ്ദത്തത്തിൽ ഉൾക്കൊള്ളുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അങ്ങനെയുള്ളവരെ കൈക്കൊള്ളും. ഇവനെ പുറത്താക്കിയപ്പോൾ കർത്താവ് അവനെ സന്ധിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ദൈവവചനത്തിനു വേണ്ടി ഒരാൾ വേർപെട്ട സാക്ഷ്യം സൂക്ഷിക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ ഈ പ്രമാണം തന്നവൻ അവരെ കൈക്കൊള്ളും എന്നുള്ളതായ വലിയ സത്യം നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഞാനിനി വിശദീകരണം പറയേണ്ടതില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. രണ്ടാമത് അവിടെ പറഞ്ഞിരിക്കുന്നത് അവർക്ക് പിതാവ് ആയിരിക്കും. അപ്പോൾ എത്ര സന്തോഷത്തോടു കൂടിയാണ് അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതായൊരു ദൈവ പൈതലിനെ ദൈവം കരുതുന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുക. ദൈവം അവരുടെ പിതാവായിരിക്കും എന്ന് പറയുമ്പോൾ യോഹന്നാൻ 1:12 നിവർത്തിക്കപ്പെടുന്നു എന്ന് മാത്രമല്ലല്ലോ. യോഹന്നാൻ 1:12 അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ആ വലിയ സത്യം അവിടെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ഞാനവർക്ക് പിതാവായിരിക്കുമെന്ന് പറയുമ്പോൾ ഒരു പിതാവ് നൽകുന്ന എല്ലാ സ്നേഹവും കരുതലും അവർക്ക് വേറിട്ട് ആസ്വദിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് വേർപാടിൻ്റെ നിലപാട് സൂക്ഷിക്കുന്നവരോട് ഈ പ്രമാണം തന്നവനുള്ളതായ സ്നേഹവും കരുതലും നമുക്കവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുക. ഇതിനോട് ചേർത്ത് ചിന്തിക്കാവുന്നതാണെങ്കിലും വേറിട്ടൊരു കാര്യം കൂടെ അവിടെ പറയുന്നുണ്ടല്ലോ. അതെന്താണ്? സർവശക്തനായ കർത്താവിൻ്റെ പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇവനെ ഇവിടുന്ന് പുറത്താക്കി. പക്ഷേ എന്തോ ഒരു വലിയ കരുതലാണ് സർവശക്തനായ ദൈവം വാഗ്ദത്തം ചെയ്യുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു പൊതുസത്യം ഓർപ്പിക്കുകയാണ്. വേർപാടിൻ്റെ മൂല്യങ്ങൾ നാം കൃത്യതയോടെ പാലിക്കാൻ ഇടയായിട്ട് തീരുമ്പോൾ ഒറ്റപ്പെട്ടു പോയേക്കുമോ എന്നുള്ളതായ ആശങ്കയ്ക്കൊന്നും ആവശ്യമില്ല. ഒറ്റപ്പെടുകയാണെങ്കിൽ ആരോടുകൂടിയായിരിക്കും ഒറ്റപ്പെടുക? കർത്താവിനോട് കൂടിയായിരിക്കും ഒറ്റപ്പെടുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവൻ്റെ ഈ ഒടുവിലത്തെ സാക്ഷ്യവാചകം
സ്വല്പം രൂക്ഷമായ വാക്കുകളിലാണ് അവൻ പറയാനിടയായിട്ട് തീർന്നത്. അതവരെ ഇടർച്ചയിലേക്ക് നയിച്ചു, അവനെ പുറത്താക്കി എന്നുള്ളത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതായ കാര്യം, നമ്മെ ചില സ്ഥലത്തു നിന്നൊക്കെ പുറത്താക്കിയാലും അതിലങ്ങനെ ഭാരപ്പെടാനോ വിഷമിക്കാനോ ആവശ്യമില്ല. ആ വലിയ സത്യം നമുക്കിവിടെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ ഈ വചനത്തിലൂടെ പോയപ്പോൾ ഓർത്തു, പുറത്താക്കിയവനെ പള്ളിയിൽ തിരിച്ചെടുക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നതല്ല കർത്താവിൻ്റെ വഴി. പിന്നെയോ നമ്മൾ കാണുന്ന കാര്യം, പുറത്താക്കവൻ്റെ നിത്യത എത്രയോ മനോഹരമാണെന്നുള്ളതാണ് കർത്താവ് വെളിപ്പെടുത്തുന്നത്. നമുക്കൊക്കെ അറിയാവുന്ന 2 വാക്യം നമുക്കൊന്ന് വായിച്ചു പോകാം. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 22, 23 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവിനെ പിൻപറ്റുന്നവർക്ക് കൊടുക്കേണ്ടി വരുന്ന വിലയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന വാക്യമാണ്, എങ്കിലും ഒന്ന് വായിച്ച് പോകാം. 6-ന്റെ 22, 23 വാക്യങ്ങൾ. നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിച്ച് കഷ്ടലാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേര് വിടക്ക് എന്ന് തള്ളുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. ആ നാളിൽ സന്തോഷിച്ച് തുള്ളുവിൻ, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയത്. അവരുടെ പിതാക്കന്മാർ പ്രവാചകന്മാരോട് അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ അവിടെ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ എത്ര ഭംഗിയായിട്ടാണിത് വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ഇവന് ഇത്രയും കാര്യം ചെയ്തോന്ന് തോന്നുന്നില്ല. നിങ്ങളെ ദ്വേഷിച്ച് ഭ്രഷ്ടരാക്കി നിന്ദിച്ച് നിങ്ങളുടെ പേർ വിടക്ക് എന്ന് തള്ളുമ്പോൾ, ഈ ഒടുവിലത്തെ കാര്യമൊന്നും ചെയ്യാൻ ഇവർക്ക് ധൈര്യം തോന്നിക്കാണുകയില്ല. കാരണം പിറവിയിലെ കുരുടനായിട്ട് ഇത്രയും നാളുകൾ ഭിക്ഷാടനം നടത്തിക്കൊണ്ടിരുന്നയാൾ സൗഖ്യമായപ്പോൾ അതിനെ ആ സമൂഹത്തിൻ്റെ നടുവിൽ നിഷേധിക്കാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. അപ്പോൾ ഇത്രയും ഈ വാക്കുകളെല്ലാം അവന് നിവർത്തിക്കപ്പെട്ട് കാണുകയില്ല എന്ന് വിചാരിക്കുക. ഇവനെ അവർ അംഗീകരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇവിടെ കർത്താവ് എത്ര ഗൗരവമായിട്ടാണ് ഈ വാക്കുകൾ ഓർപ്പിക്കുന്നത്. കഴിഞ്ഞകാല ക്രിസ്തീയ സഭയുടെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നുപോയ എത്രയോ ഭക്തന്മാരുണ്ട്. അവരൊക്കെ ഒരർത്ഥത്തിൽ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്കുള്ള പ്രതിഫലത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്, നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലിയതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാനാണ് അവിടെ പറയുന്നത്? സന്തോഷിച്ച് തുള്ളുവിൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ ഒരു നമുക്ക് കുറച്ച് പ്രായോഗികമാക്കാൻ പറ്റാത്തൊരു കാര്യമാണിത്. പറ്റാത്തതെന്ന് പറഞ്ഞാൽ, ഈ നാമനിമിത്തമുള്ള അപമാനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുവാൻ ഇടയായിട്ട് തീരട്ടെ. അതുകൊണ്ട് ഇവിടെ കർത്താവ് പറയുന്നത്, നിങ്ങൾ സന്തോഷിച്ച് തുള്ളുവിൻ. സന്തോഷിച്ച് തുള്ളാൻ ആർക്കേ പറ്റുകയുള്ളൂ? ഇതിനെല്ലാം സ്വർഗത്തിൽ വലിയ പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്കേ സാധിക്കുകയുള്ളൂ. എന്നാൽ ഈ നാമം വഹിച്ചിട്ട് എല്ലാവരും ഇങ്ങനെയൊക്കെയാണല്ലോ എന്നോട് പെരുമാറുന്നത് എന്ന് വിചാരിക്കുന്നവർക്ക് സന്തോഷിച്ച് തുള്ളുവാനായിട്ട് സാധിക്കുകയില്ല. നമ്മുടെ കർത്താവ് പറഞ്ഞ ഈ വചനം അതുപോലെ വിശ്വസിച്ച് പ്രായോഗികമാക്കത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് ധാരാളം ദൈവകൃപ നൽകട്ടെ. അതുകൊണ്ട് നമുക്കറിയാം, അവിടെ കർത്താവ് ചേർത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ, ഇവരുടെ പിതാക്കന്മാർ ദൈവം അയച്ച പ്രവാചകന്മാരോട് ഇങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ചേർത്തൊരു കാര്യം ഓർത്തു. ഈ പിറവിയിലെ കുരുടനായിരുന്നവൻ അതുവരെ ഭിക്ഷാടനം നടത്തിയിരുന്നവനാണ്. ഇപ്പോൾ അവൻ ഏത് പദവിയിലേക്ക് വന്നിരിക്കുകയാണ്? പ്രവാചകന്മാരുടെ പദവിയിലേക്ക് വന്നിരിക്കുകയാണ്. കാരണം അവനെ പള്ളിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ
അവൻ ഒരു പുതിയ പൊസിഷനിലേക്ക് സ്വർഗത്തിൻ്റെ വീക്ഷണത്തിൽ ഉയർത്തപ്പെടുന്നു എന്നുള്ളത് നമുക്കിവിടെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് ഈ ഭാഗത്ത് നിന്ന് മുമ്പോട്ട് നീങ്ങട്ടെ. നമുക്ക് എല്ലാ സാഹചര്യത്തിലും ധൈര്യത്തോടെ ഈ സാക്ഷ്യം നിർവഹിക്കാം. സാക്ഷ്യം നിർവഹിച്ചാൽ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, അതൊന്നും നമ്മൾ വിചാരിക്കാനായിട്ട് ആവശ്യമില്ല. അതുകൊണ്ട് ഈ കുരുടൻ നമുക്ക് മുമ്പിൽ ഒരു മനോഹരമായ മാതൃക വെച്ചേച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് ആ മാതൃകയെ പിൻപറ്റത്തക്കവണ്ണം ദൈവാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. പിൻപറ്റിയാൽ നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത നമ്മുടെ കർത്താവിൻ്റെ അടുത്ത സ്നേഹവും കൂട്ടായ്മയും നമുക്ക് ആസ്വദിച്ച് ഈ ഭൂമിയിൽ ജീവിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ ചെല്ലുമ്പോൾ അതിനെല്ലാം ധാരാളം പ്രതിഫലം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാനിന്ന് കടക്കാം എന്ന് വിചാരിക്കുന്നു. എങ്ങനെ സാക്ഷ്യം വഹിക്കണം? നമ്മൾ ആദ്യം വായിച്ച 2 കുറിവാക്യങ്ങൾ ഉണ്ടല്ലോ. അതിൽ പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിലെ 8-ാമത്തെ വാക്യവും നമ്മൾ ചിന്തിച്ചായിരുന്നു. നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ ആ വാക്യത്തിൽ നിന്നാണ് നമുക്കിതിൻ്റെ ഉത്തരം പറയേണ്ടത്. എങ്ങനെ സാക്ഷ്യം വഹിക്കണം? അപ്പോൾ എന്താ നമ്മൾ ഉത്തരം പറയേണ്ടത്? ശക്തിയോടെ സാക്ഷ്യം വഹിക്കണം. അപ്പോൾ ശക്തി ലഭിച്ചാൽ ഉണ്ടാകുന്ന രൂപാന്തരം അതിശയിപ്പിക്കുന്നതായിരിക്കും. അപ്പോസ്തലനായ പത്രോസും ഒക്കെ ഈ ശക്തി ലഭിക്കുന്നതിന് മുമ്പ് എന്ത് ഭയത്തോടു കൂടിയാണ് ആയിരുന്നത്. അത് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ധൈര്യമായിട്ടൊക്കെ നിൽക്കേണ്ട സമയമല്ല എന്നൊക്കെ നമുക്ക് തോന്നാവുന്ന സമയത്ത് 3 വട്ടം കർത്താവിനെ തള്ളിപ്പറയുകയൊക്കെയാണ് പത്രോസ് ചെയ്തത്. പക്ഷേ ഈ ശക്തി ലഭിച്ച് കഴിഞ്ഞപ്പോൾ, പരിശുദ്ധാത്മാവ് വന്ന് കഴിഞ്ഞപ്പോൾ എന്തൊരു വലിയ വ്യത്യാസമാണ് ഉണ്ടായത്. ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് പത്രോസിന് മനസ്സിലായിട്ടും ഈ വ്യത്യാസം അത്രയും അങ്ങ് ഉണ്ടായതായിട്ട് നമ്മൾ കാണുന്നില്ല. എന്നാൽ ശക്തി ലഭിച്ചു കഴിഞ്ഞപ്പോൾ വലിയ വ്യത്യാസം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ആത്മാവ് വന്ന് ശക്തി ലഭിച്ച ശൗലിനെക്കുറിച്ച് ഉള്ള മനോഹരമായൊരു വാക്യം ഉണ്ട്. മുമ്പോട്ട് വരുമ്പോൾ ശൗലിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് വേദനയാണ്, സങ്കടകരമാണ്. പക്ഷെ തുടക്കക്കാരൻ എന്ന നിലയിൽ ശൗലിൽ പല മാതൃകകൾ നമ്മൾ കാണുന്നുണ്ട്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. ഒരു വാക്യം ഒന്ന് വായിക്കുന്നത് നന്നായിരിക്കും. 1 ശമൂവേൽ 10-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. 10-ന്റെ 6-ാമത്തെ വാക്യം. യഹോവയുടെ ആത്മാവ് ശക്തിയോടെ നിന്റെ മേൽ വന്നിട്ട് നീ അവരോടുകൂടെ പ്രവചിക്കുകയും ആൾ മാറിയതുപോലെ ആയിത്തീരുകയും ചെയ്യും. അപ്പോൾ അവിടെ പറയുന്ന കാര്യം, ഈ ആത്മാവ് വരുമ്പോൾ നീ അവരോട് കൂടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു? പ്രവചിക്കും. ഇപ്പോൾ ശൗലുമുണ്ട് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്നൊക്കെ ഒരു ചൊല്ലുപോലും പിന്നീട് ഉണ്ടാകത്തക്കവണ്ണം അത് കാരണമായി. അതിലേക്കൊന്നും ഞാനിപ്പോൾ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ആ ഒടുവിലത്തെ വാചകം വളരെ സന്തോഷം തന്നൊരു വാചകമാണ്. ആൾ മാറിയതുപോലെ ആയിത്തീരും. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ഈ ശൗലിൽ വന്ന ആത്മാവ് എന്ന് പറയുന്നത്, ഇതിലെ ഉപദേശം നമുക്കറിയാമല്ലോ. പഴയ നിയമ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് അതാത് സമയത്ത് വരികയും പോവുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ശൗലിൽ ഇപ്പോൾ വന്നത്. അപ്പോൾ അത് വരുമ്പോൾ തന്നെ ശൗല് പ്രവചിക്കുന്നു,
പിന്നെ ശൗലങ്ങ് ആൾ മാറിയതുപോലെ ആയിത്തീരുകയാണ്. അപ്പം ഞാനിന്ന് രാത്രി ആ വാക്കിൽ നിന്നുകൊണ്ടൊരു ദൂത് പറയട്ടെ. ഈ പരിശുദ്ധാത്മാവ് നമ്മിൽ ശരിയായ ക്രിയ നടത്താനിടയായിട്ട് തീർന്നാൽ നമ്മളും ആൾ മാറിയതുപോലെ ആയിത്തീരും. വലിയ രൂപാന്തരം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിലുള്ള വ്യത്യസ്തത ഞാനിവിടെ ഒത്തിരി വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ഒന്ന് രണ്ട് വാചകങ്ങൾ ഞാനൊന്ന് പറയാമെന്ന് ആഗ്രഹിക്കുകയാണ്. പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ ഈ ഭൂമിയിൽ സഭയോടുകൂടെ ആയിരുന്ന് പ്രവർത്തിക്കേണ്ടതിനു വേണ്ടിയാണ് വന്നത്. ഒരർത്ഥവ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ പറയാം. നമ്മുടെ കർത്താവ് മനുഷ്യാവതാരം ചെയ്ത് 33 വർഷം ഇവിടെ ജീവിച്ചു. പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ സഭ ഇവിടെ ആയിരിക്കുന്നിടത്തോളം കാലം സഭയോട് കൂടെ ആയിരിക്കേണ്ടതിനു വേണ്ടിയാണ് വന്നത് എന്നുള്ളതായ വലിയ സത്യം നമുക്ക് ഇവിടെ ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്കുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഓരോ സഭാംഗങ്ങളും ദൈവത്തിൻ്റെ മന്ദിരമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളിലും ആര് വസിക്കുന്നു? പരിശുദ്ധാത്മാവ് വസിക്കുന്നു. അതിൽ ഒന്ന് രണ്ട് വാക്യം ഒന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? അപ്പോൾ അതെല്ലാ വിശ്വാസികളിലും അങ്ങനെ വസിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. 6:19 കൂടെ നോട്ട് ചെയ്തോളൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൽ സ്ഥിരമായി വസിക്കുകയാണ്. മറ്റൊരു വാക്യം കൂടെ ഞാൻ ചേർത്ത് പറയുക. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളതല്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവർ ദൈവമക്കളല്ല, സഭാംഗങ്ങളല്ല, ക്രിസ്തുവിനുള്ളവർ അല്ല. ആ വാക്യം ഒന്ന് നോട്ട് ചെയ്തിട്ടുള്ളൂ. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. നമ്മളോട് എപ്പോൾ ചോദിച്ചാലും പറയാൻ ഒരുക്കത്തോടെ ഇരിക്കേണ്ടുന്നതായ വാക്യമാണിത്. അപ്പോൾ ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന വളരെ മനോഹരമായൊരു ദൈവവചന സത്യം ഉണ്ട്. രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വാസം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ ഒരു വാചകമെന്ന് പറയുകയാണ്. അതുകൊണ്ട് ദൈവമക്കൾ ആത്മാവിന് വേണ്ടി കാത്തിരിക്കാൻ ആവശ്യം ഇല്ല. പിന്നെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് ഞാനൊരു വാക്യത്തിലൂടെ പറയാം. തങ്ങളിൽ വസിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് നടക്കണം. ആ സത്യം അനേക വാക്യങ്ങളിലുണ്ട്. ഒരു വാക്യം ഒന്ന് പറയാം, അതൊന്ന് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നാൽ നല്ലതാണ്. ഗലാത്യലേഖനം 5-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചോളൂ. അത് ബാക്കി വാക്യങ്ങളൊക്കെ മിക്കവാറും നമുക്ക് നല്ല പരിചയമുള്ളതായിരിക്കും. ഇതും പരിചയം കാണും, എങ്കിലും ഒന്ന് വായിച്ചു പോകാം. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടപ്പിൻ എന്നുള്ളത് നമുക്ക് തന്നിട്ടുള്ളതായ വളരെ പ്രധാനപ്പെട്ടതായൊരു കൽപ്പനയാണ്. അപ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ആത്മികരായി ജീവിക്കാം. അവർക്ക് ആത്മനിറവിൽ ജീവിക്കാം. ഇതൊക്കെ ഞാൻ ഓരോ വാക്കുകളിൽ അങ്ങ് പറയുന്നതേ ഉള്ളൂ. ഇതൊക്കെ ഓരോ ബൈബിൾ ക്ലാസ് എടുക്കത്തക്കവണ്ണം പ്രധാനപ്പെട്ടതായ കാര്യമാണ്. എന്നാൽ ഞാനിൻ്റെ ഒരു ഔട്ട്ലൈന് വേണ്ടി അത്
ഓർപ്പിക്കുന്നു എന്നേ ഉള്ളൂ. അവർക്ക് ആത്മനിറവിൽ ജീവിക്കാം. ആത്മനിറവിൽ ജീവിക്കാനൊരു കൽപ്പനയുണ്ടല്ലോ. അതിൻ്റെ റെഫറൻസ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ച്. അപ്പം നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ നാം അനുസരിച്ച് നടക്കുമ്പോൾ നമുക്ക് ആത്മനിറവിൽ ജീവിക്കാം. ഇനി ഒരു സ്റ്റേറ്റ്മെൻറ്റോടെ പറയുകയാണ്, ആത്മനിറവിൽ ജീവിക്കുന്നവരിൽ ആത്മാവിൻ്റെ ഫലം വളരെ കാണും. ഞാൻ വളരെ എന്നുള്ള വാക്ക് കർത്താവ് പറഞ്ഞൊരു വാക്കിനോട് ചേർത്ത് പറയുന്നതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അടുത്ത വാചകം ഒരു വാചകം കൂടെ ഉണ്ട് കേട്ടോ അതിനകത്ത്, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. അപ്പോൾ ഞാൻ ഇങ്ങനെ സംക്ഷേപിക്കട്ടെ, നാം ആത്മാവിന് വേണ്ടി കാത്തിരിക്കേണ്ടവരല്ല, പിന്നെയോ നമ്മിൽ വസിക്കുന്ന ആത്മാവിനെ അനുസരിച്ച് ആത്മനിറവിൽ ആത്മികരായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ആത്മനിറവിലാണോ ജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ബാഹ്യമായിട്ടുള്ള ലക്ഷണം എന്തായിരിക്കും? ആത്മാവിൻ്റെ ഫലം ആ വ്യക്തികളിൽ കാണാൻ ഇടയായിട്ട് തീരും. അപ്പോൾ നമ്മുടെ ചിന്താവിഷയം ഞാനിവിടെ ഓർപ്പിക്കട്ടെ. ശക്തി ലഭിച്ചാൽ നിങ്ങൾ യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോൾ അതിൻ്റെ ഒരു തലമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത്. ഈ കുരുടൻ ചെയ്തതുപോലെ ഞാൻ കുരുടനായിരുന്നു, ഇപ്പോൾ കണ്ണ് കാണുന്നു, ഞാൻ പാപിയായിരുന്നു, എനിക്ക് പാപമോചനം ലഭിച്ചു, ഞാൻ സ്വർഗത്തെ നോക്കി യാത്ര ചെയ്യുന്നവനാണ് എന്നുള്ളതായ ഈ സാക്ഷ്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഞാനതിൻ്റെ മറ്റൊരു തലം ഇവിടെ ഒന്ന് പറയുകയാണ്. നമ്മൾ ആത്മനിറവിൽ ജീവിച്ചാൽ, ആ ശക്തിയോടെ ജീവിച്ചാൽ നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടും. അപ്പോൾ നമ്മിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുമ്പോൾ ആ ഫലം അതിൽ തന്നെ ഒരു സാക്ഷ്യമായിരിക്കും. ഞാൻ പറഞ്ഞ വാചകം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിക്കാം. അപ്പോൾ നാം ആത്മനിറവിൽ ജീവിക്കുമ്പോൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ആത്മാവിൻ്റെ ഫലം അതൊരു സാക്ഷ്യമായിരിക്കും. അതിൽ ഒരു ഉദാഹരണം പറഞ്ഞ് നിർത്താം. ആത്മാവിൻ്റെ ഫലത്തിൽ ആദ്യത്തെ ഏതാണ്? സ്നേഹം. നമ്മുടെ കർത്താവ് മാളികമുറിയിലെ പ്രസംഗത്തിൽ പറഞ്ഞായിരുന്നു, ഒരു പുതിയ കൽപ്പന എന്നായിരുന്നല്ലോ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ 13:34-35 എന്താ? നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. അപ്പോൾ ആത്മനിറവിൽ ജീവിക്കുന്നത് അതൊരു സാക്ഷ്യമാണ്. ഇതൊന്നും പറയണമെന്ന് നിർബന്ധമില്ല. കുറ്റം പറഞ്ഞപോലെ നമുക്ക് ആ സാക്ഷ്യം പറയണം. പക്ഷേ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായിട്ട് മാറും. അതുകൊണ്ടാണ് യോഹന്നാൻ 15:8 വാക്യത്തിൽ ഞാനത് എടുത്തു പറഞ്ഞത്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിന് എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഗ്രഹപാഠം പറയാം. ഞാനിത് കുറേ പറയണമെന്ന് വിചാരിച്ചാണ് വന്നത്, പക്ഷേ നമ്മുടെ സമയം വേഗം തീർന്നുപോയി. അപ്പോൾ ഈ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുമ്പോൾ അതിൽ തന്നെ ഒരു വലിയ സാക്ഷ്യമായിട്ട് ഇരിക്കും. അപ്പോൾ അതിലൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ സ്നേഹം ഉണ്ടായാൽ അത് ദൈവത്തോടുള്ള സ്നേഹത്തിൽ വെളിപ്പെടും, പിന്നെ തമ്മിലുള്ള സ്നേഹത്തിൽ വെളിപ്പെടും. തമ്മിൽ സ്നേഹത്തിന് എന്തോരം പ്രായോഗികമായ പ്രവൃത്തികളുണ്ട്. അത് ഞാൻ വിശദീകരിക്കണമല്ലോ. 1 യോഹന്നാൻ 3:16 മുതൽ ഉള്ള വാക്യങ്ങൾ അതല്ലേ പറയുന്നത്.
കർത്താവ് നമുക്ക് വേണ്ടി തന്നെ പ്രാണനെ വെച്ച് തന്നതിനാൽ നാം സ്നേഹമെന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. നാമും സഹോദരന്മാർക്ക് വേണ്ടി പ്രാണനെ വെച്ച് കൊടുക്കേണ്ടതാകുന്നു. പിന്നെ അതിൻ്റെ താഴെ വരുമ്പോൾ പ്രാണനെ വെച്ച് കൊടുക്കാൻ എല്ലാവർക്കും അവസരം കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നിൻ്റെ സഹോദരന് മുട്ടുള്ളത് കണ്ടിട്ട് അവനോട് മനസ്സലിവ് കാണിക്കുമ്പോൾ ആ സ്നേഹത്തിൻ്റെ സാക്ഷ്യം സൂക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ലളിതമായിട്ടൊരു പാഠം പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ആത്മാവിൻ്റെ ഫലം, ആത്മനിറവിൽ ജീവിക്കുമ്പോൾ സ്നേഹമാകുന്ന ഫലം പുറപ്പെടുമ്പോൾ അത് എന്തോരു മനോഹരമായ ഒരു അനുഭവവും സാക്ഷ്യവും ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓർക്കാറുണ്ട്, ആ സ്നേഹത്തിൻ്റെ വളരെ സമൃദ്ധി വെളിപ്പെട്ട ഒരു കുടുംബം, പല കുടുംബങ്ങളുണ്ട്. അതിലെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു കുടുംബം യോസേപ്പിൻ്റെ കുടുംബമാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുമുണ്ട്. അപ്പോൾ ആ കുടുംബത്തിൽ വെളിപ്പെട്ട സ്നേഹം എന്ന് പറയുന്നത് എന്തോരു മനോഹരമായിട്ടുള്ളതായ സ്നേഹമാണ്. ഒറ്റ വാക്യം മതി ആ സ്നേഹത്തിൻ്റെ തെളിവിനായിട്ട്. ഉൽപ്പത്തി 50:21 പിന്നെ നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പനുമൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ യോസേപ്പ് ഈ സഹോദരന്മാരെ ധൈര്യപ്പെടുന്നൊരു വാക്കുണ്ടല്ലോ, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞു കുട്ടികളെയും പോറ്റി രക്ഷിക്കും. ഇങ്ങനെയൊരു മനുഷ്യൻ വേറെ ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു പുരുഷാരമാണിപ്പോൾ അവർ അവിടെ. പക്ഷേ ദൈവത്തിനുള്ള വകയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വക കൊടുത്താലും അതിനുള്ള മനസ്സ് വേണ്ടേ? അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതായ കാര്യം എന്തോരു വലിയ സാഹോദര്യ സ്നേഹമാണ്, സഹോദരപ്രീതിയാണ് അവിടെ വെളിപ്പെട്ടതായിട്ട് നമ്മൾ കാണുന്നത്. ഇതുപോലുള്ള ധാരാളം വചനങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങളൊരു ഗ്രഹപാഠം ചെയ്തുകൊണ്ട് വരേണ്ടത്. ഈ ആത്മാവിൻ്റെ ഫലത്തിൽ ഇനി എത്ര കൂട്ടമുണ്ട്? 8 കൂട്ടം ഉണ്ട്. അപ്പോൾ അതിന് ഓരോ ഫലത്തോട് ബന്ധപ്പെട്ടും വേദപുസ്തകത്തിലെ ഏതെങ്കിലും പ്രസക്തമായൊരു വാക്യമോ ഒരു സംഭവമോ ഉദാഹരണമായിട്ടൊന്ന് നോക്കിക്കൊണ്ട് വരണം. അപ്പോൾ നമുക്ക് ആത്മാവിൻ്റെ നിറവിൽ ജീവിക്കാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതം എത്ര മനോഹരമാക്കും എന്നുള്ളതായ വലിയ സത്യം നമ്മൾ കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് നമുക്ക് സാക്ഷ്യം പറയാൻ മാത്രമല്ല, പിന്നെ നമ്മുടെ ജീവിതം ഒരു സാക്ഷ്യമായിരിക്കത്തക്കവണ്ണം. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ആ സാക്ഷ്യം ജീവിതം കൊണ്ട് സൂക്ഷിക്കുമ്പോൾ, ഇവിടെ മാളികമുറിയിലെ പ്രസംഗത്തിൽ കർത്താവ് പറഞ്ഞു പിതാവ് മഹത്വപ്പെടും. അപ്പോൾ ആ വാക്യം ഞങ്ങൾ ദിവസങ്ങളിൽ സഭയിൽ ഓർക്കാനിടയായിട്ട് തീർന്നു. പിതാവ് എങ്ങനെയാണ് മഹത്വപ്പെടുന്നത്? പിതാവ് അയച്ച പുത്രനിൽ വിശ്വസിക്കുന്ന ആളുകളിൽ ഈ വലിയ രൂപാന്തരത്തിൻ്റെ സാക്ഷ്യം ഉണ്ടാകുമ്പോൾ ആദ്യ മഹത്വം കർത്താവിന് കിട്ടും, പിന്നെ മഹത്വം ആർക്ക് കിട്ടും? പുത്രനെ അയച്ച പിതാവിന് ലഭിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്നതായ ഈ മനോഹരമായ ഉപദേശം അതിൻ്റെ എല്ലാ കൃത്യതയിലും പ്രായോഗികമാക്കി നമ്മുടെ ജീവിതത്തിലൂടെ ആ ഉപദേശത്തിൻ്റെ മഹത്വം ഈ തലമുറയിൽ സാക്ഷ്യപ്പെടുത്തേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനാവശ്യമായ ദൈവകൃപ നൽകട്ടെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഗ്രഹപാഠം എല്ലാവരും ചെയ്തുകൊണ്ട് വരണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ അതിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇത് മനസ്സിലാക്കാൻ മാത്രമല്ല, ഇത് പ്രായോഗികമാക്കി ഈ തലമുറയിൽ ജീവിച്ച് സാക്ഷ്യം വഹിക്കത്തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് കൃപ നൽകട്ടെ. കർത്താവിൻ്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.